ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന കൊറോണയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായി ധരിക്കേണ്ട ഒന്നാണ് ഫേസ് മാസ്ക്. ഫേസ് മാസ്ക് രണ്ട് രൂപത്തിൽ ലഭ്യമാണ്. ഒന്ന് നോർമലായിട്ടുള്ളപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഫേസ് മാസ്കും, പിന്നെ ഒന്ന് N95 ലഭ്യമാണ്. N95 കുറിച്ചുള്ള വീഡിയോ പിന്നെ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നോക്കാം, വളരെ ഈ ഒരു അപകടം പിടിച്ച ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ഫേസ് മാസ്ക് മുഖത്ത് ധരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ ഫേസ് മാസ്കിൻ്റെ കളറുള്ള ഭാഗം, അതായത് നീല ഭാഗം പുറത്ത് വരുന്ന രൂപത്തിലാണ് കെട്ടുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ അസുഖം മറ്റൊരാളിലേക്ക് പ്രവേശിക്കില്ല. ഫേസ് മാസ്കിൻ്റെ നീല ഭാഗം പുറത്ത് വരുന്ന രൂപത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ അത് മറ്റൊരാളിലോട്ട് ലഭ്യമാവില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല. എന്നാൽ വെളുത്ത ഭാഗം പുറത്തു വരുന്ന രൂപത്തിൽ, അതായത് നീലഭാഗം അകത്തും വെളുത്ത ഭാഗം പുറത്തു വരുന്ന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മറ്റൊരാളുടെ അസുഖം നമുക്കും ലഭ്യമാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ സുഹൃത്തിന് ഒരു അസുഖമുണ്ടെങ്കിൽ അത് നമുക്ക് വരില്ല. അതെങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ വെളുത്ത ഭാഗം പുറത്തും നീലഭാഗം അകത്തും ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ. കാരണം വെളുത്ത ഭാഗത്താണ് ഇതിൻ്റെ ഫിൽട്ടർ ഉള്ളത്. ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന ഫേസ് മാസ്ക്, അതായത് നോർമലായിട്ടുള്ള സർജിക്കൽ ഫേസ് മാസ്ക്, വെറും 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുക. എന്നാൽ N95 പോലുള്ള ഫേസ് മാസ്കുകൾ നമുക്ക് 10 ദിവസത്തോളം വരെ ഉപയോഗിക്കാം. ഒരു അസുഖമില്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ 10 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. N95 കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നീലഭാഗം പുറത്ത് വരുന്ന രൂപത്തിലാണ് കെട്ടുകയാണെങ്കിൽ നമ്മുടെ അസുഖം മറ്റൊരാളിലേക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ വെളുത്ത ഭാഗം പുറത്ത് വരുന്ന രൂപത്തിൽ കെട്ടുകയാണെങ്കിൽ മറ്റൊരാളുടെ അസുഖം നമുക്കും ലഭ്യമാവില്ല. കാരണം വെളുത്ത ഭാഗത്താണ് ഇതിൻ്റെ ഫിൽട്ടർ നിലനിൽക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്